ഷവോമിയുടെ Mi11X എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു ലോഞ്ച് ഡേറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ Mi11X എന്ന് പറയുന്ന ഈ ഒരു മോഡൽ Redmi K40 അല്ലെങ്കിൽ POCO F3 ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഷവോമിയുടെ Mi11X എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ April 23-നാണ്. അതായത് Mi11 Ultra ലോഞ്ച് ആകുന്ന സെയിം ഡേറ്റിൽ തന്നെയാണ് Mi11Xും ഷവോമി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മറ്റു വരുന്ന റൂമേഴ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ Mi11X എന്ന് പറയുന്ന മോഡൽ Redmi K40 എന്ന് പറയുന്ന ഒരു മോഡലിന്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. കുറച്ച് കസ്റ്റമൈസേഷനുകൾ ചെയ്തതിനു ശേഷം Redmi K14 ആയിരിക്കും ഷവോമി Mi11X ആയിട്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതേസമയം Redmi K40 എന്ന് പറയുന്ന മോഡൽ POCO F3 ആയിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റ്സിലെല്ലാം ലോഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് Mi11Xന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ Snapdragon 870 ആയിരിക്കും ഒബ്വിയസ്ലി വരാൻ പോകുന്നത്. അതിന് പുറമെ AMOLED പാനൽ ആയിരിക്കും ഡിസ്പ്ലേയിലും വരുന്നത്. കൂടുതൽ Mi11Xന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു റീബ്രാൻഡിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ Snapdragon 870 ആയിരിക്കും വരാൻ പോകുന്ന 5G ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 5G കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലായിരിക്കും. അപ് ടു 8GB RAM ആൻഡ് 256GB സ്റ്റോറേജ് കോൺഫിഗറിലായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. 6.67 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിന് നൽകാൻ പോകുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ നൽകുന്ന ഡിസ്പ്ലേ ആയിരിക്കും. അതിന് പുറമെ 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ കൂടിയായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 1300 നിറ്റ്സ് ആണ് ഈ ഡിസ്പ്ലേ കാഴ്ചവെക്കുന്ന പീക്ക് ബ്രൈറ്റ്നസ്. 20 MB ഒരു സെൻസർ സെൽഫിക്കായിട്ട് ഫോണിന്റെ ഫ്രണ്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. പഞ്ചുവൽ ക്യാമറ കട്ടൗട്ടാണ് നൽകിയിരിക്കുന്നത് സെൽഫി ക്യാമറയ്ക്കായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് Mi11Xൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരാൻ പോകുന്നത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതിൽ ഏതൊക്കെ സെൻസറാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 48 MB ഒരു പ്രൈമറി സെൻസർ ആയിരിക്കും വരുന്നത്. അതുപോലെ 8 MB ഒരു അൾട്രാ വൈഡ് യൂണിറ്റും അതിന് പുറമെ 5 MB ഒരു ടെലിഫോട്ടോ സെൻസർ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും റിയറിൽ ഷവോമിയുടെ Mi11X എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വരാൻ പോകുന്നത്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന 4520 mAhന്റെ ഒരു ബാറ്ററി ആയിരിക്കും ഈ ഫോണിന് നൽകുന്നതും എന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിരിക്കും ഈ ഫോണിൽ വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്പീക്കറിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സറൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്യുവൽ സ്പീക്കേഴ്സ് ആയിരിക്കും ഈ ഫോണിന് നൽകുക. അതിന് പുറമെ Mi11X എന്ന് പറയുന്ന മോഡൽ ചെറിയൊരു കസ്റ്റമൈസേഷൻ ഒക്കെ വരും എന്ന് ഷവോമി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും April 23 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യൽ ലോഞ്ചിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്താണ് ഇതിന്റെ സ്പെക്ക്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇതിന്റെ പ്രൈസിംഗ് കൂടെ നോക്കുകയാണെങ്കിൽ Mi11X എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് 30,000 രൂപ, അതായത് അറൗണ്ട് 30,000 രൂപ ഇന്ത്യൻ റുപ്പീസ് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 21,000 രൂപയ്ക്ക് അകത്ത് വരുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ടെക് ന്യൂസുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ദിസ് ഈസ് ദ DotHUB. See you guys on the next one.